ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ മക്കളെ, രാവിലെ തന്നെ ഇതാ ചായയും കടിയൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചുമോൾ ഒരു എന്താ പറയുക 10,000 പ്രാവശ്യം വിളിച്ചെന്നൊക്കെ പറയലേ, അത്രയൊന്നും വിളിച്ചിട്ടില്ലെങ്കിലും ഒരു 3-4 തവണ വിളിച്ചപ്പോഴാണ് എണീറ്റത് കേട്ടോ. ഇവരൊന്ന് എണീറ്റ് പൂവിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം എനിക്ക് നോക്കണ്ട, പക്ഷേ ഈ മക്കൾ രണ്ടും എണീക്കില്ല, പൂവിടില്ല. അപ്പോൾ എന്തായാലും പൂവൊന്നുമില്ല കേട്ടോ. കൊണ്ടുവന്ന് വെച്ചത് ഒരൊറ്റ പ്രാവശ്യമാണ് ഞങ്ങൾ പൂവ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ 3 ദിവസമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വെക്കണതല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു പുറത്ത് ഇങ്ങനെ ഷീറ്റിൻ്റെ പുറകെ കൂടെ മുകളിൽ കൂടെ ഇങ്ങനെ കുമ്പളത്തിൻ്റെ പൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നാണ് ശരിക്കും അത് കാണണം കേട്ടോ. ഇത്രയും ദിവസം ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ താഴത്തേക്ക് വള്ളി തൂങ്ങിന്നപ്പോൾ അത് കണ്ടു. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ പറിച്ചെടുത്തു. പിന്നെ കിച്ചുമോളും എണീറ്റ് വന്നപ്പോൾ അവിടെ കുറേ പൂവ്, കുറേയൊന്നുമല്ല, 1-2 പൂവൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് എടുത്തു. പിന്നെ ഇതാ ഇത് അപ്പുറത്തെ വീട്ടിലെ അവരുടെ ചെമ്പരത്തിയാണ്, പക്ഷെ ഇങ്ങോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഒരു പൂവ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ പറിച്ചു. ഒറ്റൊന്ന് ചെമ്പരത്തിയാണ് കേട്ടോ, അത് പറിച്ചു. അപ്പോൾ ഇന്ന് പൂവിടുന്നതൊന്നും ഞാൻ കാണിക്കണില്ല, കാരണം 1-2 പൂവാണ് ആകെ ഉള്ളത്. വെറുതെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരു പൂവായിട്ടൊന്നും ഒരുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളത് ഞങ്ങളിങ്ങനെ തട്ടിക്കൂട്ടിട്ടോ. പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ പല കളർ ചേഞ്ചുള്ള ഇലകളൊക്കെ അരിഞ്ഞൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ അതൊന്നും തലേ ദിവസമൊക്കെ റെഡിയാക്കി വെക്കണം, അതൊന്നും ചെയ്തില്ല. പിന്നെ ഇതായി കിച്ചുമോളെ കയ്യിലുള്ള ഈ പോവും ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ തുളസീൻ്റെ ഇല പറിക്കണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്, പിന്നെ അത് പറിച്ചതൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഇന്ന് കലക്കി ഒഴിച്ചിട്ടുള്ള അപ്പവും പിന്നെ മമ്പയർ കറിയും കൂടിയായിരുന്നു. അതും റെഡിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ വേഗം പുറത്തേക്ക് പൂ പറിക്കാൻ അതിനൊക്കെ നിന്നത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കടയിലൊന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഷാൾ എടുത്തിട്ടത് കേട്ടോ. അപ്പം നിങ്ങൾ എഴുതും അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തിനാ അപ്പോൾ ഷാളൊക്കെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കടയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഷാൾ എടുത്തിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ അരി ഇടാനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അരിയൊക്കെ ഒന്ന് കഴുകി ഇടുകയാണ് കേട്ടോ. പിന്നെ വേറെ എന്താ വിശേഷം? ഓണം എല്ലാവർക്കും എവിടം വരെ ഇങ്ങനെ അടുത്തെത്തിയില്ലേ. ഇതാ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഉത്രാടം തിരുവോണമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ മക്കളെ അവിടുന്ന് വലിയച്ഛനും വലിയമ്മയും 2-3 ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിൻ്റെ ഫുൾ ഡേ, ഉത്രാടത്തിൻ്റെ തലേ ദിവസം അങ്ങോട്ട് പോയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂക്കേനെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ളൊരു സ്ഥലമല്ല. എവിടെ എന്ത് ചെയ്തിട്ട് പോകും. 2 ദിവസമൊക്കെ ഇനിയിപ്പോൾ എടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരത്ത് വരാമെന്ന് വയ്ക്കാം. ഇതിപ്പോൾ എന്തായാലും തൃശ്ശൂർ എത്തണ്ടേ. അപ്പോൾ എന്തായാലും 2 ദിവസമെങ്കിലും കഴിയാണ്ട് വരാൻ പറ്റൂല. അപ്പോൾ ഇവനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരിതിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന്, എവിടേക്കും പോകാൻ പറ്റാത്തൊരിത്. അപ്പോൾ ഞാൻ ആദ്യമേ ഇങ്ങനെയുള്ള ഈ പെറ്റ്സിനൊക്കെ ഡോഗിനൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ മക്കളോട് പറയും നമുക്ക് എവിടെയൊന്നും പോകാൻ പറ്റൂല കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ലോക്കെ എവിടെയെങ്കിലും ആക്കാൻ പറ്റിയാലൊക്കെ ഉള്ളൂ വരിക, എന്തായാലും ഇപ്രാവശ്യത്തത് ഉറപ്പില്ല കേട്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട്. അപ്പോൾ അവർക്കും ഞങ്ങളൊക്കെ തന്നെയാണ് ചെല്ലാനുള്ളത്. ഞങ്ങൾക്കും അങ്ങനെ എവിടെയും അധികം സ്ഥലങ്ങളൊന്നുമില്ല, ആരും അങ്ങനെ ക്ഷണിക്കാനൊന്നുമില്ല ഞങ്ങളെയും. അപ്പോൾ ഇപ്രാവശ്യത്തെ എന്താ പറയുക, ഓണമൊന്നും വലിയൊരു ആഘോഷമൊന്നുമില്ല. തുടക്കം മുതലേ ഇല്ല. ഓണം പെട്ടെന്ന് വന്നു, അതായത് അത്തം തുടങ്ങിയതും തീരാനായതൊന്നും അറിഞ്ഞില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്ന് പറയണ പോലെ. അപ്പോൾ ആർക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഡ്രസ്സ് എടുക്കാത്തതിലൊന്നും സങ്കടമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ചല്ല നമ്മൾ എടുക്കുക, ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ. അപ്പോൾ ചോറൊക്കെ ഞാൻ അരിയിട്ട് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു. പിന്നെ ലൂക്കയ്ക്ക് വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവന് ചോറും കുറച്ച് തൈര്, അവന് തൈരും ചോറും തന്നെയാണ് കൊടുക്കൽ. അപ്പോൾ തൈരാണെങ്കിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ അവന് കുറച്ച് തൈരൊന്നും ഒഴിച്ചാലും നല്ലോണം തൈര് ഒഴിച്ചെങ്കിലും അവൻ തിന്നുള്ളൂ. ഇത് നമ്മൾ ആ കട്ടത്തൈരാണ് കേട്ടോ, പുളിയില്ലാത്ത ആ തൈര് അതന്നെ വാങ്ങിക്കലുള്ളൂ. അപ്പോൾ വിശന്നാൽ പിന്നെ അടുക്കളയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, നമ്മൾ വരുന്നത് നോക്കിയിട്ടേ, വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അവൻ്റെ പാത്രത്തിൽ അവൻ നോക്കും, അടുക്കള ഭാഗത്തേക്ക് നോക്കും. അപ്പോൾ ഇതിന് സത്യത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ തൊടിയും തലയോടൊന്നും ഇല്ലെങ്കിലും എനിക്ക് പാവം തോന്നും. ഒരു എന്താ പറയുക, ഫുഡൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇതിനിട്ട് എവിടെ ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ പോവുകയാണെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ രാവിലത്തെ ഫുഡ് കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കൊടുക്കാനാകുമ്പോൾ എത്തിയാൽ മതിയല്ലോ. അപ്പോൾ അതൊരു സമാധാനമല്ലാത്ത എന്താ പറയുക, ഇപ്രാവശ്യം എവിടേക്കും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓണം
ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ 3 ആൾക്ക് എന്താ ഇപ്പം ഞങ്ങൾ ഒരു സദ്യയൊക്കെ ഒരുക്കണത് അതും എനിക്കറിയില്ല. 3 പേർക്കായിട്ട് എന്താ അത്ര വലിയ സദ്യ ഒരുക്കാൻ അതും ഇല്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി ഞാനൊരു മീൻ വറക്കൽ കഴിഞ്ഞ് എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ വാങ്ങിച്ചതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറച്ചധികം മീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് അന്നത്തേക്ക് കുറച്ച് നമ്മൾ എടുത്തിട്ട് ബാക്കി മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് വറുത്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞില്ല ആ ഒരു കുമ്പളത്തിൻ്റെ വള്ളി ഇരിപ്പിടൊക്കെ ഉണ്ടേ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 4 ഇല എങ്ങാണ്ട് പറിച്ചു. ആ ഒരു പൂ നിൽക്കുന്ന ഭാഗത്തിൽ ഒരു 4 ഇല മാത്രം താളിപ്പാക്കിയിട്ട്. ഇത് മലപ്പുറത്തുകാർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഈ താളിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഇല വെച്ചിട്ട് അങ്ങനെ താളിപ്പ് കൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം എങ്ങാണ്ട് മുരിങ്ങ അപ്പം വീട്ടിലൊരു ഉമ്മ തന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. ഇത് ഈ വള്ളി എവിടുന്ന് വന്നതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. താനെ മുളച്ചുണ്ടായി എവിടുന്ന് പൊങ്ങി അതൊന്നും കണ്ടില്ലത് എവിടുന്നാണ് വന്നതെന്ന്. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചതുമില്ല. ആ ഷീറ്റിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കണ കണ്ടപ്പോൾ ഞാനിങ്ങനെ പൂ പറിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് അതിൽ നിന്ന് 2 ഇലയും കൂടെ പറിച്ചിട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചധികം കഞ്ഞി വെള്ളത്തിലാണ്ട് താളിപ്പായിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. താളിപ്പും മീൻ വറുത്തും നല്ല കോമ്പിനേഷനാണല്ലോ. ഇത് ചിലപ്പോൾ ഈ താളിപ്പ് എന്ന് പറയണവർക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല കേട്ടോ. ഉണ്ടാവില്ല തോന്നുന്നു. ഞങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക് എന്താ പറയുക, മലപ്പുറത്തുകാർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് താളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെറിയുള്ളിയും പച്ചമുളകും ഒന്നിങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളം, ചൂട് കഞ്ഞിവെള്ളം, അപ്പോൾ ചോറ് വെന്തതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ഈ ഇല ഇട്ട് കൊടുക്കുക, ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇല ഒന്ന് വേഗം അധികം സമയമൊന്നും വേണ്ടല്ലോ, നമ്മളെ താളിപ്പ് റെഡിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീൻ വറുത്ത ഉണ്ടെങ്കിലാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ അരച്ച് വെക്കണതിനേക്കാളും എപ്പോഴും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇന്ന് മഞ്ചേരിയിലൊന്ന് പോകാനുണ്ട്. അത് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇന്ന് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം എന്നാൽ അവളെ കൂടെ ഇന്ന് പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ കാണിക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ കാണിക്കണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഈ ഇല എന്ന് പറയണത് ഇല നന്നായിട്ട് കഴുകണം കേട്ടോ. ഇല ശ്രദ്ധിക്കണം. മുകളിലാണ് നിൽക്കണമെങ്കിലും അതിൽ വല്ല കുഞ്ഞു പ്രാണികളെ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിക്കും നോക്കണം. എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പിച്ചെടുക്കുക, കത്തി കൊണ്ട് ആക്കിയെടുക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ മക്കളെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.